നിലമ്പൂർ ആശുപത്രിക്കുന്ന് വട്ടപ്പൊയിൽ നിവാസികൾ ഭീതിയിൽ. മേഖലയിൽ അജ്ഞാത ജീവി 2 തെരുവ് നായ്ക്കളെ കടിച്ചുകൊന്നു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ നോർത്ത് ഡിഎഫ്ഒയെ സന്ദർശിച്ച് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടു. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് വനം RRTയുടെ നേതൃത്വത്തിൽ വട്ടപ്പൊയിൽ, മാമ്പറ്റപ്പൊയിൽ ഭാഗങ്ങളിൽ വന്യജീവിക്കായി തിരച്ചിൽ നടത്തും. കടുവയോ പുലിയോ ആകാം നായ്ക്കളെ കടിച്ചുകൊന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇന്നലെ രാത്രി ജനവാസ മേഖലയ്ക്ക് സമീപത്ത് നിന്നും വലിയ ഒച്ചപ്പാടുകൾ കേട്ടതായും കാട്ടുപന്നികളെ പിടിച്ചുകൊണ്ടുപോയതാണോ എന്ന് സംശയമുണ്ടെന്നും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പറഞ്ഞു. ഇന്നലെ വട്ടപ്പൊയിൽ ഭാഗത്ത് ഉണ്ടായ ഒരു സംഭവം, അതായത് പന്നികൾ പിടിച്ചു കൊണ്ടുപോകുന്നൊരു ശബ്ദവും കരച്ചിലും കേട്ട് ജനങ്ങൾ പേടി ആവുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇന്നലെ ഏകദേശം ഒരു 5:30 മണിയോടുകൂടിയാണ് അത് നടന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ RRT ടീം അവിടെ സന്ദർശിക്കുകയും കാര്യങ്ങൾ നോക്കുകയും ചെയ്തു. എന്നിരുന്നാലും അവിടെ ആശങ്ക ഉളവാക്കുന്ന കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കി ഞങ്ങളിന്ന് DFOനെ കാണാൻ വന്നു. DFOനെ കാണാൻ വന്ന് ഇന്ന് സംയുക്തമായിട്ട് അവിടെ വൈകിട്ട് 5 മണിക്ക് RRT അംഗങ്ങളടക്കം വന്ന് തെരച്ചിൽ നടത്തുമെന്നും പിന്നെ അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്ത് ഈ പ്ലാന്റേഷനിൽ നിറച്ച് കാടുകൾ ഉണ്ടായിട്ടുണ്ട്, നല്ല വളർന്നിട്ടുണ്ട്. അത് വെട്ടാനുള്ള കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് DFO ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും നമ്മളെ ആശങ്ക അകറ്റാൻ വേണ്ട എല്ലാ കാര്യങ്ങളും DFOൻ്റെ ഭാഗത്തു നിന്ന് ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും അപശബ്ദങ്ങളോ കാര്യങ്ങളോ കേൾക്കുകയാണെങ്കിൽ ജനങ്ങൾ ശ്രദ്ധയോടുകൂടി ഇരിക്കണം എന്നാണ് പറയാനുള്ളത്. നമുക്ക് കൃത്യമായിട്ടൊരു വിവരം ഇതുവരെ എന്താണെന്നുള്ളത് അറിയാൻ കഴിഞ്ഞിട്ടില്ല. നായകളെ ചത്ത നിലയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ജനങ്ങൾ ശ്രദ്ധിക്കണം. RRT അംഗങ്ങൾ സ്ഥിരം അവിടെ ക്യാമ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും മഴ ശക്തമായിരുന്നതിനാൽ കാൽപ്പാടുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാട്ടാനകൾ KNG റോഡിലേക്ക് എത്തുന്ന സാഹചര്യം നിലവിലുണ്ട്. കനോലി ഫ്ലോട്ടിന് സമീപമാണ് റോഡിലേക്ക് കാട്ടാനകൾ എത്തുന്നത്. കടുവ, പുലി, കരടി, കാട്ടുപന്നികളെല്ലാം ജനവാസ മേഖലയിലേക്ക് എത്തുമ്പോഴും ശക്തമായ നടപടികൾ സ്വീകരിക്കാനോ ജനങ്ങളുടെ ഭീതി അകറ്റാനോ വനം വകുപ്പിന് കഴിയുന്നില്ല. നിലമ്പൂർ നോർത്ത് DFO ധനേഷ് കുമാറിന്റെ ഓഫീസിലെത്തിയാണ് കാര്യങ്ങൾ ധരിപ്പിച്ചത്. വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, മുൻ കൗൺസിലർ പടവെട്ടി ബാലകൃഷ്ണൻ, CPM ലോക്കൽ സെക്രട്ടറി വെട്ടുമ്മൽ ശ്രീധരൻ, ലോക്കൽ കമ്മിറ്റി അംഗം സംഗീത് കോവിലകത്തുമുറി, വട്ടപ്പൊയിൽ നിവാസികൾ എന്നിവരാണ് DFOയുമായി ചർച്ച നടത്തിയത്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.